Welcome back, my dear students. Our second part, that is module 1b, collection, classification, tabulation and presentation of data. In this video I am going to present that what are the methods of collecting data. How can we collect the data, or what is the way or methods for collecting data. There are various methods for the collection of primary and secondary data, and the choice of methods depends upon a number of factors such as object, scope of the inquiry, availability of finance, availability of time, etc. അതായത് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് മെത്തേഡുകളുണ്ട്. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇനി ഏത് ഡേറ്റ വേണം, ഏത് മെത്തേഡ് അനുസരിച്ച് ഡേറ്റ കളക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ സ്റ്റഡിയുടെ നേച്ചർ, അതിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സുകൾ, അതായത് എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് നമ്മുടെ സ്റ്റഡിയുടെ, അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പ് എന്താണ് ഈ സ്റ്റഡിയുടെ, എന്തുമാത്രം ടൈം നമുക്കുണ്ട്, എന്തുമാത്രം ഫിനാൻസ് അവൈലബിൾ ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡിൽ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ. നമുക്കിവിടെ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പ്രൈമറി ഡേറ്റയിലെ രണ്ട് മെത്തേഡുകളെ പറ്റിയാണ്. പ്രൈമറി ഡേറ്റയിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, മെയിൽഡ് ക്വസ്റ്റ്യനേഴ്സ്, സ്കെഡ്യൂൾ സെൻഡ് ത്രൂ എന്യൂമറേറ്റേഴ്സ് ആൻഡ് ലോക്കൽ കറസ്പോണ്ടൻസ്. These are the methods of collecting primary data. And the first one is ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. നമുക്കൊരു ഡേറ്റയെ പറ്റി സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പോലീസ് എൻക്വയറി, ഒരു മർഡർ സംഭവിച്ചു. ആ മർഡർ സംഭവിച്ചാൽ അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, നേരെ അവിടെ പോയി വിസിറ്റ് ചെയ്യുകയാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു സ്റ്റഡിയിൽ നമുക്ക് ഈ മെത്തേഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മളവിടെ നേരിട്ട് ചെന്നിട്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് വേണ്ട ഡേറ്റ കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പോയി നേരിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ. ഒന്നെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം അവിടെ നടക്കുന്ന എന്താണ്. സോ ഇൻ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, the investigator himself personally goes to the spot of inquiry and collect information either through interview with the informants or through observation. With the informant എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിവരം തരുന്ന ആളുമായിട്ട്, അതാരും ആകാം, അവരോട്ട് ഇൻ്റർവ്യൂ നടത്തിയോ അതല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴി നിരീക്ഷണം നടത്തിയോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് ഡേറ്റ കളക്ട് കിട്ടേണ്ട സ്ഥലം എവിടെയാണോ അവിടെ നേരിട്ട് ചെല്ലണം. അതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ബി പൊളൈറ്റ്, ടാക്ട്ഫുൾ, ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാസ് എ പവർ ഓഫ് ക്ലോസ് ഒബ്സർവേഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇൻവെസ്റ്റിഗേറ്റർ വളരെ പൊളൈറ്റായിട്ട് വരും, വളരെ തന്ത്രപരമായിട്ട് രീതിയിൽ കാര്യങ്ങളെ നേടാൻ കഴിവുള്ള ആളായിരിക്കണം, വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം അയാൾ. ആൻഡ് ഓൾസോ പവർ ഓഫ് ക്ലോസ് ഒബ്സർവേഷൻ, കാര്യങ്ങളെ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കണം ഈ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ, ദാറ്റ് ഈസ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. Another, this method is applicable when the field of inquiry is small, greater accuracy is required. തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ അല്ലേ. ആ പീരീഡ് ഓഫ് എൻക്വയറി എന്ന് പറയുന്നത്, ഫീൽഡ് ഓഫ് എൻക്വയറി വളരെ ചെറുതാണ്, വളരെ കുറച്ച് ഏരിയ മാത്രം നമുക്ക് പോയാൽ മതിയെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ കളക്ടിങ് ഡേറ്റ ബിക്കോസ് ആക്യുറസി ഈസ് വെരി ഹൈ. അപ്പോൾ അവരുടെ ഹൈ റേറ്റ് ഓഫ് ആക്യുറസി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, കൃത്യത വളരെ കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ മെറിറ്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, the information obtained is more accurate and reliable as the inquiry is intensive and conducted personally. ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ഗുണമാണ് ഈ മെറിറ്റ്സ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ വളരെ ആക്യുറേറ്റ് ആണ്, വളരെ റിലയബിളാണ്, വിശ്വസനീയമാണ്. അതുകൊണ്ട് വളരെ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള, വളരെ വ്യക്തിപരമായി നമ്മൾ നേരിട്ട് പോയി നടത്തുന്ന സ്റ്റഡിയാണ്. സോ ഇൻഫർമേഷൻ വളരെ ആക്യുറേറ്റ് ആയിരിക്കും, വിശ്വസനീയമായിരിക്കും. മറ്റൊന്ന് പറയുന്നത് റെസ്പോൺസ് ആൻഡ് കോപ്പറേഷൻ ഫ്രം ദ ഇൻഫോർമെൻറ്റ്സ് ആർ മോർ ആസ് ദ ഇൻവെസ്റ്റിഗേറ്റർ പേഴ്സണലി അപ്രോച്ചസ് ദം. ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് ചെല്ലുന്നതുകൊണ്ട് ഇൻഫോർമേഷൻ തരുന്ന ആൾ, ഇൻഫോർമെൻറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ കോപ്പറേഷനും അയാളുടെ റെസ്പോൺസും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാണ്. അത് നമ്മൾ നേരിട്ട് പോയി പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് ചെയ്യുന്നത്.
നമുക്കിങ്ങനെയുള്ള സ്റ്റഡിയുടെ ആവശ്യം. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റിനർ അയച്ചു കൊടുക്കുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിച്ചോട്ടെ, നിങ്ങൾ അവിടെ അങ്ങനെ ചെയ്യാറുണ്ടോ, നിങ്ങൾ ഇതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇങ്ങനെ നമ്മളൊരു ക്വസ്റ്റിനർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. പക്ഷേ ഇതിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ 99% ആക്യുറസി അല്ലെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക്. കാരണം ചിലവരൊക്കെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല, പക്ഷേ മിക്കവാറും ഒരു 90 എബോവ് കേസുകളും റെസ്പോണ്ട് ചെയ്യും. അതല്ലെങ്കിൽ അവരുടെ കോപ്പറേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും, ബിക്കോസ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഈസ് പേഴ്സണലി അപ്രോച്ചിങ് ദം. Another merits, that is, the interviewer establishes a personal contact and can twist the questions keeping in mind the reaction of the informants. അത് ഇൻ്റർവ്യൂവർ പേഴ്സണലി നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ചൊക്കെ ചെയ്യാം. ക്യാൻ ട്വിസ്റ്റ് ദ ക്വസ്റ്റ്യൻസ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ റിയാക്ഷൻ ഓഫ് ദി ഇൻഫോർമൻറ്റ്സ്. ഇൻഫോർമൻ്റെ റിയാക്ഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമൊക്കെ ചെയ്യാം. പക്ഷേ ഒരു പ്രിൻറ്റഡ് ഫോമിലാണ് കൊടുക്കുന്നതെങ്കിൽ അയാളത് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, അങ്ങനെ പോകത്തുള്ളൂ, ഓർഡറിൽ പോകത്തേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇയാൾ നേരിട്ട് നടത്തുന്നുണ്ട്, അയാൾക്ക് നോക്കി മനസ്സിലാക്കി ഇയാളുടെ റിയാക്ഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത്, ലാംഗ്വേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ എഡ്യൂക്കേഷൻ ലെവൽ ഓഫ് ദ ഇൻഫോർമൻറ്റ്. നമ്മൾ നേരിട്ട് പോയി ചോദിക്കുമല്ലേ, നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. സോ വി ക്യാൻ അഡ്ജസ്റ്റ് ഓർ അറേഞ്ച് ദ ലാംഗ്വേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ എഡ്യൂക്കേഷൻ ലെവൽ ഓഫ് ദി ഇൻഫോർമൻറ്റ്. ഇൻഫോർമൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കോ അയാൾ എത്രത്തോളം സ്റ്റാൻഡേർഡുള്ള വ്യക്തിയാണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് മാറ്റാൻ കഴിയും. ആൻഡ് ദ ഡേറ്റ ക്യാൻ ബി കളക്റ്റഡ് ക്വിക്ക്ലി, പ്രോംപ്റ്റ്ലി, ഈവൻ ത്രൂ ടെലിഫോൺസ്. ഡേറ്റ നമുക്ക് വളരെ പെട്ടെന്നും വളരെ കൃത്യമായിട്ടും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ത്രൂ ടെലിഫോൺ വഴിയായിട്ടെങ്കിലും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ കഴിയും. ദീസ് ആർ ദ മെറിറ്റ്സ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡീമെറിറ്റ്സ്. എന്തൊക്കെയായിരിക്കും ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ടാകുന്നത്? ദർ ഇസ് എ ചാൻസ് ഓഫ് പേഴ്സണൽ ബയാസ് ആൻഡ് പ്രജുഡീസ് ഓൺ ദ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്റർ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരെണ്ണം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്നുള്ള ബയാസ് ഇതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദിസ് മെത്തഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇത് കഴിയില്ല, അല്ലെങ്കിൽ ഒരു വാസ്റ്റ് വൈഡ് ഏരിയയിലൊന്നും പോയി ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കഴിയില്ല. അടുത്ത, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഒരുപാട് സമയം എടുക്കും ഇത് കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ദ സക്സസ് ഓഫ് ദ മെത്തഡ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ പേഴ്സണാലിറ്റി ഇൻവോൾവിങ് സ്കിൽ, ഇൻ്റലിജൻസ്, ടാക്ട്സ്, ഡിപ്ലോമസി. അതായത് ഇൻവെസ്റ്റിഗേറ്ററുടെ കഴിവ് പോലും ഇരിക്കും ഈ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത്, ഇൻ്റർവ്യൂവർ ഹാസ് ടു ബി തറോലി ട്രെയിൻ ആൻഡ് സൂപ്പർവൈസ്ഡ്. ഇഫ് നോട്ട് ദ റിസൾട്ട് ഒബ്റ്റൈൻ വുഡ് ബി മിസ്ലീഡിങ്. ഇൻഫോർമൻ്റ് എന്ന് പറയുന്ന ദ ഇൻ്റർവ്യൂവേഴ്സ് എന്ന് പറയുന്നത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം, പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യപ്പെട്ട ആളായിരിക്കണം. അല്ലെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത. ദെൻ ഔട്ട് ഓഫ് ഫിയർ ആൻഡ് ഷെയിം ദ ഇൻഫോർമർ മേ ബി റിലക്റ്റൻറ്റ് ടു ഗീവ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ. നേരിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഒന്നേ പേടി, അല്ലെങ്കിൽ അവർക്കിത് തരാനുള്ള ഒരു നാണം കൊണ്ട് കറക്റ്റ് ഇൻഫർമേഷൻ തരണമെന്നില്ല. അതും നമ്മുടെ ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻഡയറക്റ്റ് ആണ്, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുന്ന ഇൻ്റർവ്യൂ മെത്തേഡാണിത്. ഇവിടെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഇൻ ദിസ് മെത്തേഡ് ഡേറ്റ ആർ കളക്റ്റഡ് ത്രൂ ഇൻഡയറക്റ്റ് സോഴ്സസ്. നമ്മളിപ്പോൾ കളക്ട് ചെയ്യേണ്ട അടുത്ത് നമ്മൾ നേരിട്ട് പോലെ കളക്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് അയാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ആ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. The investigator collects the data indirectly by interviewing the third person or the witness who are supposed to be in close touch with the original informant or incident. ആ നടന്ന ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ ഇൻഫർമേഷൻ തരുന്ന ആളുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു വിറ്റ്നസ്സിനെ നമ്മൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നേരിട്ട് നമ്മൾ ഇൻഫർമേഷൻ ഒന്നും കളക്ട് ചെയ്യുന്നില്ല. And this method is generally used to those cases where the information to be obtained is of a complex nature and the area to be covered is vast and the informant are reluctant to part with the desired information or the incident's concern is not accessible. അതായത് ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഏതൊക്കെ സമയത്താണ് സ്യൂട്ടബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ കോംപ്ലക്സ് നേച്ചറുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുകയെങ്കിൽ ഇൻഡയറക്റ്റ് ഓറലാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ ഏരിയ കവർ ചെയ്യേണ്ട വളരെ വാസ്റ്റ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ തരുന്ന ആൾ തരാൻ മടിക്കുന്നു, റിലക്റ്റൻറ്റ് ടു പാർട്ട് വിത്ത് ദ ഡിസൈഡ് ഇൻഫർമേഷൻ, എങ്കിൽ നമുക്ക് അയാളോട് ചോദിക്കാൻ കഴിയില്ല, മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനാകും. ഓർ ഇൻസിഡൻസ് കൺസേൺ ഈസ് നോട്ട് ആക്സസിബിൾ. ആ നടന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് പോയി നേരിട്ട് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള
സിറ്റുവേഷനിൽ നമുക്ക് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് നെക്സ്റ്റ് വൺ. ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ബൈ എൻക്വയറി കമ്മിറ്റി ഓർ കമ്മീഷൻസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ. സാധാരണ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതൊക്കെ സാധാരണ കമ്മിറ്റികളൊക്കെയാണ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്, ഈ മെത്തേഡ്സ്. ദെൻ മെറിറ്റ്സ്. ഇറ്റ് നീഡ് ലെസ് ടൈം ആൻഡ് ലെസ് എക്സ്പെൻസീവ്. ഇത് വളരെ കുറച്ച് സമയം മതി, കുറച്ച് ചിലവ് നമുക്കാവുന്നുള്ളൂ, ഒരുപാട് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനില്ല. Prejudice of the original informant are eliminated as the information are collected from third parties. ഇൻഫോർമേഷൻ തരുന്ന ആളിൻ്റെ മുൻവിധി, അയാൾ മുൻവിധിയോട് കൂടിയുള്ള സംസാരം നമുക്ക് ഒഴിവാക്കാം. കാരണം അയാളെ നമ്മളിവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നില്ല, മറിച്ച് തേർഡ് പേഴ്സണ് ഇൻഫർമേഷൻ തരാൻ കഴിയുന്ന മറ്റു വ്യക്തികളാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് മേക്സ് പോസിബിൾ ഫോർ ഗെറ്റിംഗ് ദ എക്സ്പെർട്ട് വ്യൂ ആൻഡ് സജഷൻസ് ഓഫ് ദ സ്പെഷ്യലിസ്റ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് എൻക്വയറി എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഇറ്റ് മേക്ക് പോസിബിൾ ഫോർ ഗെറ്റിംഗ് എക്സ്പെർട്ട് വ്യൂസ് ആൻഡ് സജഷൻസ്. വളരെ എക്സ്പെർട്ടായിട്ടുള്ള സജഷൻസ്, വ്യൂസ് നമുക്ക് കിട്ടുന്നു. ബിക്കോസ് ഇവിടെ നമ്മൾ എൻക്വയറി വളരെ എഫിഷ്യൻ്റായിട്ട് ഇഫക്റ്റീവായിട്ട് സ്പെഷ്യലിസ്റ്റുകളാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം കമ്മീഷൻസിനൊക്കെയാണ് സാധാരണ ഇത് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യലിസ്റ്റുകളാണ് ഇത്തരം എൻക്വയറി. അപ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ വാട്ട് ആർ ദ ഡീമെറിറ്റ്സ്? ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദ തേർഡ് പാർട്ടി മേ നോട്ട് ബി റിലയബിൾ അറ്റ് ദ ടൈം ദ പ്രസൻറ്റ് ഇൻഫർമേഷൻ ബൈ ആഡിങ് കളേഴ്സ് ടു ഇറ്റ്. എന്ന് വെച്ചാൽ അവരതിനെ മോഡിഫൈ ചെയ്തൊക്കെ പറഞ്ഞു തരും. ഓക്കെ, നേരിട്ട് എന്ന് തേർഡ് പാർട്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അവർ പറയുമ്പോൾ കുറച്ചൊക്കെ അവരുടേതായ കോൺട്രിബ്യൂഷൻസൊക്കെ കൊടുത്ത് ഇമാജിനേഷനൊക്കെ ചേർത്തിട്ടായിരിക്കും അവരത് പറയുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഡീമെറിറ്റ്സ്. എ റോങ് ഓർ ഇംപ്രോപ്പർ ചോയ്സ് ഓഫ് ദ വിറ്റ്നസ് വിഷ്യേറ്റ് ദ റിസൾട്ട് ഓഫ് ദ എൻക്വയറി. അതായത് റോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ചോയ്സ് നമ്മൾ നടത്തിയെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ നെഗറ്റീവായിട്ട് തന്നെ അത് ബാധിച്ചിരിക്കും. ആൻഡ് ദർ ഇസ് എ ചാൻസ് ഫോർ ഇൻഫ്ലുവൻസിങ് ദ ഇൻവെസ്റ്റിഗേറ്റർ ബൈ ബ്രൈബറി ഓർ ആൻറ്റി റിക്വസ്റ്റ്. ഇവിടെ അതായത് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ട് അയാളെ നമ്മുടെ ഭാഗത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ മാറ്റി എഴുതിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യത, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദീസ് ആർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. സോ ഇൻ ദിസ് വീഡിയോ I have discussed only about different methods of data collection, and here we discussed about two methods, that is direct personal investigation and indirect oral investigation. രണ്ട് തരം മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.